അങ്ങനെ നാളെ വിഷുവായി. പണ്ടത്തെ വിഷു തന്നെ കേട്ടോ അടിപൊളി. മാങ്ങയും തേങ്ങയും ചക്കയും അണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് രാവിലെ കണി കാണുന്ന ഒരു സീനുണ്ട്. അതിപ്പോൾ കിട്ടൂല കേട്ടാ. ഇപ്പം എന്തൊരു വിഷു വേണ്ട തന്തപ്പടി രാവിലെ എവിടെ ചെന്ന് പ്ലാസ്റ്റിക് പൂവും മാങ്ങയും തേങ്ങയൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നു. ഇത്രയും കഷ്ടം എന്തോ. ഡേയ് അതൊക്കെ പോട്ടെ, വിഷു എങ്ങനെ ഉണ്ടായത്? വിഷു ഉണ്ടായത് എടാ മണ്ടന്മാരെ, അത് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ചേക്കെന്ന് പറഞ്ഞൊരു ഗ്രാമം, അവിടെ നല്ല കട്ട പിരിയുള്ള ഭഗീരഥൻ പിള്ള എന്ന പ്രമാണി ഉണ്ടായിരുന്നു. 5 പേര് വന്ന് അയാളെ കണി കാണിച്ച്. അതാണ് കണി. അന്ന് തൊട്ടാണ് വിഷു ഉണ്ടായത്. എടാ പെണ്ടാട്ടില്ലാത്തവന്, നീ കുറെ നേരമായി തുടങ്ങിയിട്ട് കേട്ടാ. നീ എന്തിനാ അവനെ കുറ്റം പറയണേ? അവൻ കറക്റ്റ് കാര്യമില്ലേ പറഞ്ഞത്? എടാ വെണ്ടേ മണിയാ, അവ ഇത്ര നേരം മീശമാധവന്റെ റീ റിലീസ് ചെയ്യാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ലേടാ? അതൊക്കെ പോട്ട്, നാളെ കുറച്ച് ചിക്കൻ തരണ കാര്യം പറയാം. ചിക്കൻ ടേസല്ലേ? അപ്പൊ നീ പറ. എന്നാ പറ കേക്കാം. ഡേയ് നാളെ വിഷുവാണ്. നീ പറഞ്ഞ ചക്കയും മാങ്ങയും തേങ്ങയും ഒപ്പിച്ച് ഒരു കൃഷ്ണനെ കിട്ടിയ 5-6 ചിക്കൻ ഒപ്പിക്കാൻ എന്ത് പറയണം? എടേ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കിട്ടും, പക്ഷെ മച്ചാന വേണ്ടേ? മച്ചാന അനെന്തി? അതിനൊക്കെ ഇവിടെ ആളുണ്ടടേ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടടേ. എന്ത് പ്രശ്നം? അസ്ഥാനത്ത് ഒരു മൂലക്കുരു ഉണ്ടടാ. അതിന് മൂലക്കുരുവും തമ്മിൽ എന്താടേ ബന്ധം? ഇവിടെ രാവിലെ കണി കാണിക്കാനുള്ളതല്ലേ? ഡേയ് നിന്റെ അടുത്ത് കണി കാണിക്കാനാണ് പറഞ്ഞ, അല്ല മണി കാണിക്കാനല്ല. അവൻ്റെ അമ്മൂമ്മേടെ കോതമംഗലം. ഞാൻ കൃഷ്ണനാവണോ? വേണ്ട വേണ്ട, നമ്മൾ മുതുക്കന്മാരാരും ആവണ്ട. ഒരു കൊച്ചിനെ കിട്ടും, അതാണ് ഏറ്റവും സുഖം. എന്തു പറയണം? സെറ്റാണ്, കൊച്ചു മതി. കൊച്ചിന്റെ കാര്യമല്ലേ, ഞാൻ റെഡിയാക്കാം. ഇനി വള്ളി നിൽക്കറിയിട്ട് കവളിൽ പൊട്ടും തൊട്ട് വരുമോ കൊച്ചാണെന്നും പറഞ്ഞു? സംശയമില്ലാതില്ല എനിക്ക്